സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേത് 59ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാത്തവരത് കാണുക, പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, തമിഴ്നാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാനായിട്ട് നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ്. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏത് രാജ്യങ്ങളായിരുന്നു? ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏത് രാജ്യങ്ങളായിരുന്നു? ഓപ്ഷൻ സി, ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ഗോദാവരി, ഗംഗ, കാവേരി, മഹാനദി എന്നിവയാണ്. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദി. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എവിടത്തെയാണ്? ആന്ധ്രാപ്രദേശിലെയാണ്. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചുണ്ണാമ്പുകല്ലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ചുണ്ണാമ്പുകല്ല്. ബോറ ഗുഹകൾ ആന്ധ്രാപ്രദേശിലേത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചുണ്ണാമ്പുകല്ല്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായത് ഓപ്ഷൻ സി ആണ് ഉത്തരം, രണ്ടാമത്തെ സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തു എന്നതാണ്. ഗാന്ധിജി ഏത് സമ്മേളനത്തിലാണ്? രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ കാൽ ബൈശാഖിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കാൽ ബൈശാഖി. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1964 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്? ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 61. 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്. താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ്? നീതി ആയോഗ് ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ്? പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരായുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ബാലവേലയ്ക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതിലാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ വരുന്നതാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിലാണ് ബാലവേലയ്ക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 24. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡിസംബർ 24. ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്?
ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1098. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഏത് പ്രദേശത്തെയായിരുന്നു? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ഏതാണ്? ബംഗാളാണ്. ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഏത് പ്രദേശത്തെയായിരുന്നു? ബംഗാൾ. കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീ യൂണിറ്റുകൾ ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മൈക്രോ ഫിനാൻസ് സ്ഥാപനമാണ്. മൈക്രോ ഫിനാൻസ് സ്ഥാപനം. അടുത്ത ചോദ്യം, വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ്. പമ്പ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ഏതാണ്? 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയാണ്. 1, 3 എന്നിവ ശരിയാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. കബനി. പമ്പ നദി ബാരീസ് എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടു. പമ്പ നദി ബാരീസ് എന്നറിയപ്പെട്ടത് ഏതാണ്? പമ്പ നദിയാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെട്ടത് ഏതാണ്? ചാലിയാറാണ്. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ശെന്തരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ട, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോട്. ഇതിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. 1 ശരിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ശരിയാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ശരിയാണ്. ശെന്തരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് വരുന്നത്? കൊല്ലം ജില്ലയിലാണ് ശെന്തരുണി വന്യജീവി സങ്കേതം വരുന്നത്. ആറളം വന്യജീവി സങ്കേതമോ? ആറളം വന്യജീവി സങ്കേതം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2ഉം 3ഉം ശരിയാണ്. 2 ശരിയാണ്. 3 ശരിയാണ്. അടുത്ത ചോദ്യം, 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്? ഓപ്ഷൻ സി ആണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. തന്നിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നീണ്ടകര പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. പക്ഷെ നീണ്ടകര മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ്. 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായ ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം ശരിയാണ്. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകളാണ് പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി എന്നിവ ശരിയാണ്. അടുത്തത്, 1973 കേരള ഫുട്ബോൾ ടീം ആദ്യമായി സന്തോഷ് ട്രോഫി നേടി. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ജേതാവ് MT വത്സമ്മ.
കേരളത്തിൽ നിന്നുള്ള ആദ്യ പത്മശ്രീ കായിക താരവും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡലും നേടിയ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് KMB Nammal. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 മാത്രമാണ്. 1973 കേരള ഫുട്ബോൾ ടീം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടി എന്നതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ കേരള ഫുട്ബോൾ ടീം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം ഏതാണ്? 1973 ആണ്. 1973. അടുത്ത ചോദ്യം, കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ആണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 130 ആണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 ആണ്. ശരിയാണ്. ഇനി കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാടാണ് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 152 ആണ്. 152. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1957 KSCB നിലവിൽ വന്നു. 2000 KSCBL നിലവിൽ വന്നു. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് 1997-98 കമ്മീഷൻ ചെയ്തു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? തെറ്റായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം തെറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ് വരുന്നത്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 243 അനുച്ഛേദത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആന്റണി ഡൊമിനിക് ആണ്. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം. അടുത്ത ചോദ്യം, 1986 കേരള സർക്കാർ വിനോദസഞ്ചാരം ഒരു വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഫ്രാൻസ്. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലകൾ കോഴിക്കോട്, എറണാകുളം. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 2ഉം 3ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1986 കേരള സർക്കാർ വിനോദസഞ്ചാരം ഒരു വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളി. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടാട്ടിയിൽ സ്ഥാപിതമായി. മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 മാത്രമാണ്. മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം, കർണാട്ടിക് യുദ്ധങ്ങൾ, കുഞ്ഞാലിമരക്കാരുടെ പോരാട്ടങ്ങൾ, ആറ്റിങ്ങൽ കലാപം. മുകളിൽ പറഞ്ഞവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 മാത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം. ആറ്റിങ്ങൽ കലാപം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അഗസ്തീശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. മുകളിൽ പറഞ്ഞവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരു 2ാം ബുദ്ധൻ എന്ന് അറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. 1909 ഗുരു ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചു. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്?
2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, 2 മാത്രം. ഏതാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ശ്രീനാരായണ ഗുരു 2ാം ബുധൻ എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരു. 1909 ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു. ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ മഗ്നാകാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത്? കേരളത്തിലെ മഗ്നാകാട്ട് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിലെ മഗ്നാകാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം. അടുത്തത്, വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നു. ചാവറ കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറാണ്ടം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക. വർഷം നോക്കാം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 1929. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നതോ? 1905. ചാവറ കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷം ഏതാണ്? 1846. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറാണ്ടം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891. കാലക്രമത്തിൽ എഴുതുമ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി. 3, 4, 2, 1. 3, 4, 2, 1. അടുത്ത ചോദ്യം, ശരിയായ കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട ധരിക്കുന്നു. കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? കോൺകേവ് ലെൻസ് റെറ്റീനയ്ക്ക് മുൻപിലാണ്. റെറ്റീനയ്ക്ക് മുൻപിൽ. താഴെ തന്നിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏത്? ആന്റിബോഡി ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട രക്തകോശം ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. ഒരു കാർഷിക വിള ഇനമായ സൊണാലിക്കയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന. സൊണാലിക്ക. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രസ്താവന 2 മാത്രം ശരി. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ്. സൊണാലിക്ക ഗോതമ്പിനമാണ്. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് സൊണാലിക്ക. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? സൈനോകോബാലമിൻ്റെയാണ്. സൈനോകോബാലമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ചില രോഗങ്ങളെയും അവയുടെ രോഗകാരികളെയുമാണ് ചുവടെ ജോഡികളായിട്ട് നൽകിയിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡികളേവ എന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു എലിപ്പനി, ലെപ്റ്റോസ്പൈറ, മലേറിയ, പ്ലാസ്മോഡിയം, പ്ലേഗ് വൈറസ്, ഡെങ്കിപ്പനി വൈറസ്. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4. 1, 2, 4. എലിപ്പനി, ലെപ്റ്റോസ്പൈറ, മലേറിയ, പ്ലാസ്മോഡിയം, ഡെങ്കിപ്പനി വൈറസ്. പ്ലേഗ് ഏതാണ്? പ്ലേഗ് ബാക്ടീരിയയാണ്. അടുത്ത ചോദ്യം, നീലിമ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? നീലിമ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? ഓപ്ഷൻ സി ആണ്. വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരയിനം വഴുതനയാണ് നീലിമ. വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരയിനം വഴുതനയാണ് നീലിമ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഓർഗൻ ഓഫ് കോട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓർഗൻ ഓഫ് കോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 2, 4 എന്നിവ ശരിയാണ്. 2, 4. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത് കേൾവിക്ക് കാരണമായ നാഡീ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു.
ഓർഗൻ ഓഫ് കോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത് കേൾവിക്ക് കാരണമായ നാഡീ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു കുളമ്പ് രോഗം വൈറസ്, അകിട് വീക്കം വൈറസ്, ബ്രൂസലോസിസ് ബാക്ടീരിയ, ആന്ത്രാക്സ് ബാക്ടീരിയ. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? അകിട് വീക്കം വൈറസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം. ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥമാണ് റെറ്റിനാൽ. ഓപ്ഷൻ ഡി റെറ്റിനാൽ. മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത് ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നുമാണ്? ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നുമാണ്? അഡ്രിനലാണ്. അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുമാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ട് 40 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനി വരുന്നത് തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുക്ക് എന്ന തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയാണിത്. പിന്നെ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 40 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.